ഈ ഇടനിലക്കാർ വേണമെന്നാണോ വേണ്ടെന്നാണോ തോന്നുന്നത്? ഇടനിലക്കാർ വേണ്ട എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇടനിലക്കാരെ അകറ്റി നിർത്താൻ പറ്റുമോ നമ്മുടെ സർവീസ് കാലത്ത്? നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ കഴിയില്ല ഇപ്പോഴും. മാഡം, നിങ്ങൾ അങ്ങനെ പറയരുത്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നാണ്. MP രാജേഷ് പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. 11 വർഷമായിട്ട് ഒരു കുട്ടിയുടെ പേരിൽ വന്ന തെറ്റിന്റെ പേരിൽ ആ കുട്ടിക്ക് സ്കൂളിൽ ചേരാൻ പറ്റാതെ ഈ മന്ത്രി അത് ശരിയാക്കി കൊടുക്കേണ്ട അവസ്ഥ നമ്മുടെ കേരളത്തിൽ സംജാതമായി എന്ന് പറയുമ്പോൾ മാഡം, ഇടനിലക്കാർ വേണ്ട എന്ന് പറയരുത്. 16 പ്രാവശ്യം ഒരു പഞ്ചായത്ത് ഓഫീസോ അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസോ നിരങ്ങേണ്ടിടത്ത് ഒരു ബ്രോക്കർ, ഈ ഇടനിലക്കാരൻ എന്ന് പറയുന്ന വ്യക്തി 1-2 മണിക്കൂറിനുള്ള ആ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ സമയം എത്ര വിലപ്പെട്ടതാണ് മാഡം. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഏതെങ്കിലും ഒരു നികുതിദായകനോട് ആത്മാർത്ഥമായിട്ട് പെരുമാറിയിട്ട് അവർക്ക് ആവശ്യമുള്ള രേഖകൾ കൈമാറാൻ തയ്യാറാവാത്തത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഡിജിറ്റലൈസേഷൻ വഴി ഇത്തരം അക്ഷയ സെന്ററുകൾ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് പറയാം. ഇടനിലക്കാരെ ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് സ്മാർട്ട് പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിൽ ആപ്ലിക്കന്റിന് സിറ്റിസൺ ലോഗിനിലൂടെ നേരിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അപേക്ഷയുടെ ട്രാക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ സ്റ്റാറ്റസ് വെരിഫൈ ചെയ്യാൻ കഴിയും. ആപ്ലിക്കേഷൻ എവിടെയാണ് താമസം, ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. സേവനാവകാശ നിയമപ്രകാരം ഏതൊരു പൗരനും അവർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ അവർക്ക് നേരിട്ട് ലഭ്യമാക്കുന്നതിനുള്ള നിയമാവകാശമുണ്ട്. ബ്രോക്കർക്ക് ഒരു കമ്മീഷൻ ഒക്കെ ഉണ്ടല്ലോ, ആ കമ്മീഷൻ അത് അഴിമതി വർദ്ധിപ്പിക്കും. സർക്കാർ സേവനങ്ങൾക്ക് ഇടനിലക്കാർ വേണമെന്ന് വാദിക്കുന്നവർ, ആവശ്യമുണ്ടെന്ന് പറയുന്നവർ അഴിമതിക്ക് കൂട്ടുപിടിക്കുക ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഞാൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. അപ്പൊ അവിടെ ഇടനിലക്കാരല്ലെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിൽ 10-20 ജനപ്രതിനിധികൾ അവിടെ ലൈവ് ആയിരിക്കും. ആ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ വരുമ്പോൾ ആ ജനപ്രതിനിധികൾ ത്രൂ അവരുടെ ഓഫീസിൽ ഇടനിലയല്ല, ആ ആളുകളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, പബ്ലിക്കിന്റെയും ഓഫീസിന്റെയും ഇടയ്ക്കുള്ള ആളുകൾ. അതൊരിക്കലും എന്തല്ല, ദല്ലാളന്മാരല്ല. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് പലപ്പോഴും എന്ത് ചെയ്തത്, മാഡം പറഞ്ഞതിനപ്പുറത്തേക്ക് ഓഫീസിലേക്ക് എത്തുന്നത്. ചിലപ്പോൾ പോലീസിനടുത്ത് പോകണമെങ്കിൽ അവിടെ ഒരു പൈസ വാങ്ങിക്കൊടുക്കാനല്ല, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷനിൽ പോവുക എന്ന് പറഞ്ഞാൽ 90% ആളുകൾക്കും പോലീസ് സ്റ്റേഷനിൽ പോകാൻ മടിയാണ്. ആ കാലം സാറേ, നമ്മളൊക്കെ ഞങ്ങളൊക്കെ 24 മണിക്കൂർ എന്നതുപോലെ പൊതുപ്രവർത്തനം നടന്ന ആളുകളാണ്. ഞങ്ങളെടുത്ത് വരുന്ന ആളുകൾ സർ ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം, പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആളുകൾക്ക് മടിയാണ്. ആ സിസ്റ്റം മാറിയിട്ടില്ല സാർ. എത്ര ജനസൗകര്യം, ആ സിസ്റ്റം മാറിയിട്ടില്ല. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനും കേരളത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സത്യതല്ല, ഒരുപാട് മാറി പോലീസ്. അല്ല, മാറിയിട്ടില്ല. ആര് മാറിയാലും പോലീസ് മാറില്ല. അത് ഇവിടുത്തെ സിസ്റ്റമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.